ഇത് ഒരു പെസ്റ്റുകളൊന്നും അറ്റാക്ക് ചെയ്യാത്ത ഒരു ഹൈബ്രിഡ് മുളക് തൈയാണ്. ഇത് എവിടെ ഏത് പുല്ലിൻ്റെ ഇടയിൽ നിന്നാലും അതിനകത്ത് പെസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വേനലായപ്പോൾ ആ നിന്ന സ്ഥലത്ത് ശരിക്കും വെള്ളം കിട്ടാതെയും അവിടെയൊക്കെ ചോലയായതുകൊണ്ട് ഇത് പൂക്കാതെയായി. ഇതിനകത്ത് എപ്പോഴും ഒരു 5-6 എത്ര കെയർ കൊടുത്തില്ലെങ്കിലും ഒരു 5-6 കട്ട ഇരുണ്ട പച്ചയിലുള്ള മുളക്, നല്ല എരിവുള്ള മുളകാണ്. ഇതെങ്ങനെയാണ് ഇവിടെ കിട്ടിയെന്ന് അറിയില്ല. ഇവിടെ തന്നെ ഈ മുറ്റത്ത് തന്നെ ഉണ്ടായി വന്ന ഏതോ ഒരു ചെടിച്ചട്ടിയുടെ മുറ്റത്ത് ഉണ്ടായി വന്ന ഒരു തൈ ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ തൈ ഉണ്ടായി വന്നപ്പോൾ തന്നെ നല്ല ഇരുണ്ട പച്ച നിറമായിരുന്നു. അതുകൊണ്ട് ഇതൊരു സാധാരണ പച്ചമുളകല്ല എന്ന് എനിക്ക് തോന്നി. എന്നാൽ ഇത് സാധാരണ പച്ചമുളകല്ല. ഇതെങ്ങനെയാണ് ഞങ്ങൾ പണ്ട് വാങ്ങിച്ച വിത്തുകളും മറ്റും കിളിച്ചതാണോ എന്നറിയില്ല. നട്ടതിൽ ഒരെണ്ണം കിളിച്ചു വന്നു. അതിൽ നിന്ന് ധാരാളം പച്ചമുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കെയറും ഇല്ലെങ്കിലും മഴയത്ത് വെറുതെ നിന്നിട്ടാണെങ്കിലും ഇത് കിട്ടും. പക്ഷേ ഞാനിത് അവിടെ നിന്ന് ഇപ്പോൾ ഇളക്കിയിട്ടൊന്ന് കെയർ ചെയ്ത് ഇതിൻ്റെ ഒരു സീഡൊക്കെ ഒന്ന് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്താ അതിൻ്റെ ഇനമെന്നൊന്നും എനിക്കറിയില്ല. അത് കാരണം ഞാനിപ്പോൾ ഇതിങ്ങനെ വേറൊരു വലിയൊരു പോട്ടിലേക്ക് നട്ട് വയ്ക്കുകയാണ്. മുറ്റത്തു നിന്നാണ് വെള്ളമില്ലാതെ നിന്നപ്പോൾ അവിടെ എല്ലാം വരണ്ട് ഇതിങ്ങനെയായി ഈ കണ്ടീഷനിലായി. നല്ല പച്ചപ്പിട്ട് നിന്നതാണ്. വെറും വെള്ളം മാത്രമാണ് കിട്ടിക്കൊണ്ട് വരുന്നത്. ഒരം പോലും ഇല്ലായിരുന്നു. മണ്ണിലെ ഒരമാണ് ഇത് വലിച്ചെടുക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ഞാനിപ്പം ഇങ്ങനെ ഒരു രീതിയിൽ വൃത്തിയായിട്ടൊന്ന് നടുകയാണ്. അപ്പോൾ ഇത് നിറയെ കായ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ പൂവൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങി. ഒരല്പം പച്ചക്കറി അഴുകിയ വെള്ളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രം നമുക്കിപ്പോൾ അതിൽ നിന്ന് നിറയെ പോകുന്നത്. എപ്പോഴാണ് അതിനകത്ത് ഞാൻ വളം കൊണ്ട് ചോദിച്ചിട്ടുള്ളത്. അതായത് പച്ചക്കറി കഴുകുന്നതും അരി കഴുകുന്ന വെള്ളമൊക്കെ ആണ് ഇതിൻ്റെ മൂട്ടിൽ വല്ലപ്പോഴും കൂടെ കൊണ്ട് ഒഴിക്കാനുള്ളത്. ബാക്കിയൊക്കെ മഴവെള്ളമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും അങ്ങനെ ആ വളം കിട്ടുന്ന സമയത്ത് ഉടനെ ഇത് പൂവിടും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, വളത്തിൻ്റെ അഭാവത്തിലാണ് പൂവിടാതെ നിൽക്കുന്നത്. അപ്പോൾ ആ പൂവിടാതെ ഒരു ചെടി പൂവിടാതെ വൈകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറച്ച് വളം കൊടുക്കാൻ നോക്കുക. അത് വീട്ടിലിരുന്ന പച്ചക്കറികളോ അതിൻ്റെ വെള്ളമോ കാടി വെള്ളമോ ഒക്കെ അരി കഴുകുന്ന വെള്ളമോ കഞ്ഞി വെള്ളമോ ഒക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഇട്ട് അതിനകത്ത് നിറയെ പൂവിടും. ഇതാണ് അത് ഞാനിപ്പോൾ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം ഇങ്ങനെ ഒരു ഹോളിൽ വീഴുന്ന രീതിയിൽ മാത്രമേ വെള്ളം നനയാവുള്ളൂ. ഈ ചെളി കെട്ടിപ്പോകുന്ന രീതിയിൽ കട്ടിയായിട്ട് ഫോഴ്സിനും വെള്ളം ഇവിടെ ഒഴിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പോട്ടായാലും ഗ്രോ ബാഗ് ആയാലും വെള്ളം വാർന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം വെള്ളം തുള്ളി നന ഏറ്റവും ഉപകാരമായിരിക്കും. സ്പ്രെയർ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എത്ര നമുക്ക് സമയമില്ലെങ്കിലും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്ന് വീട്ടിലെ സൗകര്യത്തിൽ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ പോലും അങ്ങനെ വെള്ളം ഒഴിക്കുന്നത് കട്ടിയായിട്ട് ധാരാളമായിട്ട് ഒഴിക്കരുത്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഈ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് മണ്ണ് മുഴുവൻ നനച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ